കേട്ടോ സിനി? സിനി ലൊക്കേഷനിൽ വന്നപ്പോ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച്, സിനിയുടെ ഈ കണ്ണുകളിൽ ഭാനുപ്രിയ ഒളിഞ്ഞു കിടപ്പുണ്ട്. രാമേട്ടൻ ഇതാ പറയുന്നത്, ഞാൻ എപ്പോഴും ലൊക്കേഷനിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാം ഗോപാൽ വർമ്മ കുറച്ച് നാൾ ഞാൻ പുള്ളി അസിസ്റ്റന്റ് ചെയ്തായിരുന്നല്ലോ. സത്യം, കറക്റ്റ് സമയത്ത് ഫോൺ ബില്ലും വന്ന്. ഒരു മിനിറ്റ്. ആ പറ സാറേ. ഓ, എന്റെ ഭാര്യ സഹോദരൻ, എന്റെ അളിയൻ ലൊക്കേഷനിൽ വരുന്നുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ സാർ. അപ്പൊ അവനെ ഒന്ന് ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കാണിച്ചേക്കണം. അയ്യോ, കാണിക്കാം സാറേ. അവന്റെ ഒരു പെറ്റാണ്. അവന് ഈ ഷൂട്ടിംഗ് ഒക്കെ കാണാനും ഒക്കെ വലിയ താല്പര്യമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ക്രൈസാണ്. അയ്യോ സാർ, കുഴപ്പമില്ല, അത് നമ്മൾ റെഡി ആയിക്കോളാം. അവന് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാറേ. സാറിനെ ഞങ്ങൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങളെ സ്വന്തം അനിയനായിട്ട് ട്രീറ്റ് ചെയ്തോ. ഒരു കുറവുണ്ടാവില്ല സാർ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. കാതറ ഇങ്ങോട്ട് വരാൻ. അളിയ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ സാറിന്റെ അളിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണോ ഇത്ര വലിയ ഗുഡ് ന്യൂസ്? ഇതിന്റെ ഗുഡ് ന്യൂസ് അല്ലേ? അവരെ വീട്ടിൽ സ്വന്തക്കാരൊക്കെ വരുന്നത് നമുക്ക് എന്താ ഗുഡ് ന്യൂസ്? പ്രൊഡ്യൂസർ സാർ പറഞ്ഞെന്താണെന്ന് അറിയാവോ? ഷൂട്ടിംഗ് നിർത്തിയേക്കാൻ പറഞ്ഞു. ഒരൊറ്റ കീർ ഞാൻ വെച്ചേരും. എണ്ണം കെട്ട ഭാവമുണ്ട്, വൃത്തിയുടെ വർത്താനം നിന്നോട് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും ഉണ്ടായിരിക്കാവോ? ഈ പ്രൊഡ്യൂസർ സാറിന് അദ്ദേഹത്തിന് അളിയനെ പോലെയല്ല കാണുന്നത്, സ്വന്തം സഹോദരനെ പോലെ കാണുന്നത്. അപ്പൊ അയാൾക്ക് സഹോദരന്മാരില്ലേ? ഇല്ല, നീ 3 സഹോദരന്മാരെ റെഡിയാക്കി കൊടുക്കും. എന്തിനാടാ ഇത്? എടാ, അപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രൊഡ്യൂസർ സാർ പറഞ്ഞത് സാറിനെ കാണുന്നത് പോലെ അനിയനെ കാണണം. മനസ്സിലായോ? ഒരു കുറവുണ്ടാവരുത്. അതിനിടയ്ക്ക് ഇതിന്റെ വലിച്ച മണ്ടത്തരങ്ങൾ ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, അയാൾ അങ്ങനെ കണ്ടാൽ നമുക്കെന്ത് പ്രയോജനം? എടാ, പ്രയോജനമുണ്ട്. നിന്നെ റെഡി ഇങ്ങോട്ട് വിളിച്ചേ. അത് പിന്നെ വിളിക്കണ്ടല്ലോ. പവന് മുകളിലെ പാട്ടി കണക്കോലെ എല്ലാ ഫ്രെയിമിലും ഉണ്ടാവും. തലേക്കറിനോട് നിരങ്ങുന്നു കേട്ടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ അളിയന് വന്നാൽ നമുക്കെന്ത് നേട്ടം? നമുക്ക് നേട്ടമുണ്ട്. പ്രൊഡ്യൂസറിനെ അടുത്ത 2 ബിഗ് ബഡ്ജറ്റ് പടം വരാൻ പോന്നെ. എന്റെ പൊന്നളി അങ്ങേരെ സുഖിപ്പിച്ചിട്ട് ഈ വരുന്ന അളിയനുണ്ടല്ലോ, അദ്ദേഹത്തെ സുഖിപ്പിച്ച് നമ്മുടെ കയ്യിലാക്കി കഴിഞ്ഞാൽ ഈ 2 പടങ്ങളും സംവിധാനം ചെയ്യുന്നത് ആര്? സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആര്? കൺട്രോളർ ആര്? എടാ, നമ്മള്. നിന്റെ ഈ ചില സമയത്തുള്ള ബുദ്ധി ഉണ്ടല്ലോ. വരാൻ പോകുന്ന മഹാലക്ഷ്മിയാണ് പ്രൊഡ്യൂസർ സാറിന്റെ അളിയൻ. സരസൻ കുഞ്ഞുണ്ണി, രസികൻ കുഞ്ഞുണ്ണി, വാചാലൻ കുഞ്ഞുണ്ണി. എല്ലാവർക്കും ഇഷ്ടം തോന്നും, എല്ലാവർക്കും സ്നേഹം തോന്നും, എല്ലാവർക്കും ദേഷ്യം തോന്നും. കുഞ്ഞുണ്ണിക്ക് പകരം വയ്ക്കാൻ കുഞ്ഞുണ്ണി മാത്രം ഈ ഭൂവിൽ. കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി, സരസൻ കുഞ്ഞുണ്ണി, രസികൻ കുഞ്ഞുണ്ണി, വാചാലൻ കുഞ്ഞുണ്ണി.